ലതീഷിനോട് കോഴിക്കോട് കോർപ്പറേഷനെ കുറിച്ച് ചോദിക്കാം. ലതീഷ്, വേഗത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥിതി എന്താണ്? ലീഡ് LDF അനുകൂലമാണ്. 12 ഡിവിഷനുകളിൽ LDF ലീഡ് ചെയ്യുന്നു, 6 ഡിവിഷനുകളിൽ UDF ലീഡ് ചെയ്യുന്നു, ഒരു ഡിവിഷനിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 12-6-1 ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന മുക്കം നഗരസഭയിലെ ആദ്യ വിജയം LDF-നാണ്. നേരത്തെ നമ്മളത് പറഞ്ഞു. കോഴിക്കോട് നഗരസഭ 12-6-1 അല്ലേ? അതെ അതെ. ശരി 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 ലതീഷ്, കണ്ണൂർ കോർപ്പറേഷന്റെ കൂടി സന്തോഷിൽ നിന്ന് അറിയുന്നത് നല്ലതായിരിക്കും. കണ്ണൂർ കോർപ്പറേഷനിൽ LDF ലീഡ് ചെയ്യുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ്. തൃശ്ശൂരിൽ UDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ലീഡിൽ മുൻതൂക്കം NDAക്കാണ്. തൊട്ടു പിന്നിലുള്ളത് LDF ആണ്. ഒരിടത്ത് UDF എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അവസ്ഥ. കൊല്ലത്ത് LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. നെടുമങ്ങാട് കണ്ണൂർ വരുന്നു. നഗരസഭകളിൽ LDF ലീഡ് ചെയ്യുന്നു. കണ്ണൂർ 7 നഗരസഭകളിൽ LDF ലീഡ് ചെയ്യുന്നു. UDF-ന് ഒരിടത്ത് മാത്രം. ഗ്രാമപഞ്ചായത്തിൽ 15 LDF ലീഡാണ്. UDF-ന് 3 മാത്രം. ബ്ലോക്ക് പഞ്ചായത്തിൽ 2 LDF-ഉം ഒരിടത്ത് UDF-ഉം ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അപ്പോഴും കണ്ണൂർ കോർപ്പറേഷനെ കുറിച്ച് സന്തോഷിൽ നിന്ന് വിവരങ്ങൾ നല്ലതായിരിക്കും. നഗരസഭകൾ ആകെ പരിശോധിച്ചാൽ 7 നഗരസഭകളിൽ LDF-ഉം ഒരിടത്ത്, കണ്ണൂർ ജില്ലയാണ്, ഒരിടത്തും മാത്രം ആണ്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ശബരിനാഥൻ പിന്നിലാണ് എന്ന വിവരം അവിടെയുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ 4 UDF ലീഡ് ചെയ്യുന്നുണ്ട്, LDF 2 എന്ന് പറയുന്ന ഒരു സാഹചര്യം. ജില്ലാ പഞ്ചായത്തിലെ ലീഡിലേക്കും പത്തനംതിട്ടയിൽ UDF വന്നിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സന്തോഷ്, കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷന്റെ വിവരം, ലീഡ്. ശരത്ത്, ആദ്യ ട്രെൻഡുകൾ പ്രകാരം കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ LDF ആണ് ലീഡ് ചെയ്യുന്നത്. ഒരു ഡിവിഷനിലെ ഫലമാണ് ലീഡിങ്ങിൻ്റെത് വന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം UDF-ന്റെ സിറ്റിംഗ് സീറ്റ് പല്ലിയാമുറിയിലാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. അതൊരു ട്രെൻഡാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ആദ്യ ലീഡ് കണ്ണൂർ കോർപ്പറേഷനിൽ LDF-ന് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ UDF ജയിച്ച ഏക കോർപ്പറേഷനായ കണ്ണൂരിലാണ് ആദ്യ ലീഡ് LDF-ന് അനുകൂലമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭകൾ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ കൂടുതൽ നഗരസഭകൾ ഇത്തവണ 7 സ്ഥലത്ത് LDF-ഉം 1 സ്ഥലത്ത് UDF-ഉമാണ് ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 5 സ്ഥലത്ത് LDF-ഉം, കഴിഞ്ഞ തവണത്തെ ഫലം 5 നഗരസഭകൾ LDF-ഉം 3 നഗരസഭകൾ UDF-ഉമായിരുന്നു. പക്ഷേ UDF-ന്റെ കൈവശമുണ്ടായിരുന്ന നഗരസഭകൾ, അതായത് തളിപ്പറമ്പിലും പാനൂരിലും ഇപ്പോൾ LDF സീറ്റ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. ശ്രീകണ്ഠപുരം നഗരസഭയിൽ മാത്രമാണ് UDF-ന് ഇപ്പോൾ ലീഡ് നിലനിർത്താൻ കഴിയുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സന്തോഷ് ഇപ്പോൾ പറഞ്ഞത്. കണ്ണൂർ കോർപ്പറേഷനിൽ LDF ലീഡ് ചെയ്യുന്നു. അതുപോലെ കൂടുതൽ നഗരസഭകളിൽ ഒരിടത്തും മാത്രമായി UDF ചുരുങ്ങിയിരിക്കുന്നു. 7 LDF ലീഡ് ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തുകൾ ആകെ നോക്കിയാൽ ഏതാണ്ട് 7 LDF ലീഡ് ചെയ്യുന്നു, 4 UDF ലീഡ് ചെയ്യുന്നു എന്ന നിലയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജില്ലാ പഞ്ചായത്തുകൾ 7 LDF, 4 UDF എന്ന നിലയിലാണ് ലീഡ് നില നിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. കോർപ്പറേഷൻ നോക്കിയാൽ LDF 2 ലീഡ് ചെയ്യുന്ന നില സ്ക്രീനിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. കോർപ്പറേഷൻ നോക്കൂ. കോർപ്പറേഷനിൽ 2 കോർപ്പറേഷനിൽ LDF ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ 7 UDF 4 എന്ന നില വന്നു നിൽക്കുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ലീഡ് നിലകൾ വരുന്നുണ്ട്, വിജയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ഘടകവും നോക്കിയാൽ കൊച്ചി കോർപ്പറേഷനിൽ EVM അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, ലീഡിലേക്ക്